എടുത്ത് ആ വിമാനങ്ങൾ ഈ ഒരു വേൾഡ് ട്രേഡ് സെൻറ്ററിലേക്ക് ഇടിച്ചു കയറ്റി. അങ്ങനെ നടന്നൊരു തീവ്രവാദി ആക്രമണമായിരുന്നു ആ ഒരു 2001 നടന്ന ആ ഒരു ട്വിൻ ടവർ അറ്റാക്ക് എന്ന് പറയുന്നത്. പക്ഷേ അന്ന് ഏറ്റവും വലിയ പാളിച്ച അവിടെ സംഭവിച്ചത് അമേരിക്കൻ ഇൻ്റലിജൻസ് ഏജൻസിയായ CIA-ക്കായിരുന്നു. അപ്പം ഈ ഒരു അറ്റാക്ക് സംഭവിച്ചതോടുകൂടി അമേരിക്ക ഒരു വലിയൊരു അലേർട്ടിലേക്കാണ് പോയത്. കാരണം ലോകത്തെ ഏറ്റവും വലിയ ഇൻ്റലിജൻസ് ഉള്ള ഒരു രാജ്യത്തിന് ഇത് സംഭവിക്കാമെങ്കിൽ ലോകത്ത് എവിടെ വേണമെങ്കിലും ഇത് സംഭവിക്കാമെന്ന് ലോകവും ഭയപ്പെട്ടു. അപ്പോൾ ഈ ഒരു അറ്റാക്ക് അമേരിക്കയ്ക്ക് ഉണ്ടാക്കിയ നാണക്കേട് ചെറുതൊന്നുമല്ല. അപ്പോൾ ഈ ഒരു അറ്റാക്കിന് ശേഷം അവരുടെ അമേരിക്കൻ പ്രതിരോധ ബഡ്ജറ്റിൽ അല്ലെങ്കിൽ അമേരിക്കൻ ഇൻ്റലിജൻസ് ബഡ്ജറ്റിൽ അവർ വലിയൊരു തുക മാറ്റിവെക്കാൻ തുടങ്ങി. അപ്പം ഈ ഒരു ബഡ്ജറ്റിൽ ഈ ഒരു തുക മനസ്സിലാക്കിയ നമ്മുടെ പാലന്റിയർ എന്ന് പറയുന്ന കമ്പനിയുടെ ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ ഫൗണ്ടറായിരുന്ന പീറ്റർ തെയിലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, പീറ്റർ തെയിൽ എന്ന് പറയുന്ന വ്യക്തി പേപ്പാലിലേക്ക് ഇൻവെസ്റ്റർ ആയിരുന്നു. ആ പേപ്പാലിൽ നിന്ന് ഇലോൺ മസ്കിനെ പുറത്താക്കിയ അല്ലെങ്കിൽ പേപ്പാലിൽ നിന്ന് ഇലോൺ മസ്ക് പുറത്താകാൻ കാരണമൊക്കെ ഈ ഒരു പീറ്റർ തെയിലായിരുന്നു. അപ്പോൾ ഈ പീറ്റർ തെയിൽ ഈ ഒരു പേപ്പാലിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെൻ്റൊക്കെ വിട്ട് വെളിയിൽ വന്നൊരു ടൈമായിരുന്നു ഈ ഒരു 2003 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സമയത്ത് അദ്ദേഹത്തിന് ഒരു ആശയം തോന്നി, ഇത്രത്തോളം പ്രതിരോധ ബഡ്ജറ്റ്, അതായത് ഏകദേശം ഒരു $5000 കോടി പ്രതിരോധ ബഡ്ജറ്റ് അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ബഡ്ജറ്റ് റിസർവായിട്ട് അമേരിക്കയിൽ അവർ മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഉപയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളത് ഇദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം ആ ഒരു പ്രതിരോധ ബഡ്ജറ്റിനെ എങ്ങനെ വെളിയിൽ കൊണ്ടുവരാവുന്ന ഒരു ആശയം രൂപീകരിക്കുകയാണ് ഉണ്ടായത്.